തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തും. വി വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ സ്ത്രീയെ ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അല്ലേ? വിനോദ്, കേൾക്കുന്നുണ്ടോ? ശ്രീജ, ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. കൈമനത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ മൃതദേഹം കാണുകയായിരുന്നു. നിലവിളി ശബ്ദം കേട്ട് അയൽവാസിയാണ് ഈ വിവരം അറിയുന്നത്. ഇവിടെ ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. സമീപവാസി തന്നെയാണ് ഈ മരിച്ച ഷീജയ്ക്ക് 50 വയസ്സുണ്ട്. ഇവിടെ സജി എന്ന മറ്റൊരാളുണ്ട്. സജിയുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അവിവാഹിതയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഈ പ്രദേശത്തുള്ള സജി എന്ന ആളുമായി അടുപ്പത്തിലായിരുന്നു. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഷീജയുടെ വീടുള്ളത്. പക്ഷേ ഈ ബന്ധം തുടങ്ങിയത് മുതൽ തന്നെ വീട്ടുകാർ അതിൽ എതിർപ്പ് പറഞ്ഞിരുന്നു. ഷീജയും അമ്മയും അനുജത്തിയുമാണ് ഒരു വീട്ടിലുള്ളത്. ഈ അമ്മയും അനുജത്തിയും ഷീജയെ ഇത് ഈ ബന്ധം വിലക്കുന്ന തരത്തിലേക്ക് പോയി. തുടർന്ന് ഇവർ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ തന്നെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, പേയിങ് ഗസ്റ്റ് ആ നിലയ്ക്ക് അവിടെ താമസിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഈ ഭാഗത്ത് വന്നു പോകുമായിരുന്നു. ഇതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പറമ്പിന് തൊട്ടടുത്താണ് സജിയുടെ വീട്. ഈ സജിയുമായും കഴിഞ്ഞ കുറെ കാലമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചനകളുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നും അവഗണനയും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യവും സജി കൈയൊഴിയുന്നു എന്ന തോന്നലും, അങ്ങനെ 2 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ആത്മഹത്യ ചെയ്യില്ല എന്ന ഒരു കാര്യമാണ് ഈ ബന്ധു പറയുന്നത്. ഈ ഷീജയുടെ ബന്ധു പറയുന്നത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല, അങ്ങനെയാണെങ്കിൽ നേരത്തെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊന്നും തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണതയുള്ള ഒരാളല്ല, ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന കാര്യമാണ്. സജിയാകട്ടെ ഇന്ന് രാവിലെ വരെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ഈ സംഭവം അറിഞ്ഞ് പോലീസ് ഇവിടെ എത്തുന്നു. ആ സമയത്തൊക്കെ തന്നെ സജി ഈ പരിസരത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ വരെ ഉണ്ടായിരുന്ന സജി ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. കുടുംബം ഉന്നയിക്കുന്ന പരാതിയുണ്ട്, ആരോപണമുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം അത് വിശദമായി പോലീസ് പരിശോധിക്കും എന്ന കാര്യമാണ് മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കൈമനത്താണ് ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. കൈമനം സ്വദേശി ഷീജയാണ് മരിച്ചത് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് വളരെ കഷ്ടമായ നിലപാടെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ എത്തപ്പെടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പയ്യനുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പം അതിന്റെ പേര് സജി എന്നാണ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർ തങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിനു മുമ്പ് പലതവണ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, വിലക്കിയിരുന്നു. പക്ഷെ അന്ന് പുള്ളിക്കാരി കേട്ടിട്ടില്ല. അപ്പം എന്റെ അമ്മയുടെ അനുജത്തിന്റെ മകളാണ് പുള്ളിക്കാരി. അപ്പം ഏതാണ്ട് 50 വയസ്സിനോടടുത്ത് പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. 2 ദിവസം മുമ്പ് ഈ കടയിലെങ്ങാണ്ട് പോയി അവിടെ ബഹളം വെച്ചു, ഈ സജി എന്ന് പറയുന്ന കക്ഷി ബഹളം വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. മുമ്പും നേരത്തെ അവളിവിടെ വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തെ വീട്ടിലായിരുന്നു താമസം സജി. അതിന്റെ അപ്പുറത്ത് അല്ല, അവിടെയല്ല താമസം. പുള്ളിക്കാരി ഹോസ്റ്റലായിരുന്നു. ഇവര് തങ്ങൾ പുറത്തൊക്കെ വെച്ച് കാണാറുണ്ട്. അങ്ങനെ ബന്ധങ്ങളുണ്ടായിരുന്നു, വരുമായിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിയത്. അല്ലാതെ ഇവർക്ക് ഈ സ്ഥലത്തിനെ പറ്റിയൊന്നും യാതൊരു ധാരണയും ഇല്ല.